നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ നല്ലൊരു നിലയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ഒരു നല്ല വീട്, നല്ല ഭക്ഷണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു കുറവും വരുത്താത്ത ഒരു ജീവിതം. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചില മതിലുകൾ നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്നതുപോലെ കാണാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ചില മതിലുകൾ. ചിലർ ആ മതിലിനപ്പുറം സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നു, മറ്റു ചിലർ ഇപ്പുറത്ത് ഒന്നിനും വകയില്ലാതെയും. എന്നാൽ ആ മതിലിനിപ്പുറം നിൽക്കുന്ന ഒരാൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഒരു അവസരം കിട്ടിയാലോ, അവിടുത്തെ ജീവിതം ഒന്ന് രുചിച്ചറിയാൻ ഒരു ചാൻസ് ലഭിച്ചാലോ, അയാൾ എന്തു ചെയ്യും? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ അങ്ങനെയുള്ള കുറച്ച് മനുഷ്യരുടേതാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് അതിസമ്പന്നതയുടെ കൊട്ടാരത്തിലേക്ക് ഒരു പ്ലാനോടുകൂടി കയറി ചെല്ലുന്ന ഒരു കുടുംബത്തിന്റെ കഥ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു സെമി ബേസ്മെന്റ് വീട്ടിലാണ്. പുറത്തുനിന്ന് നോക്കിയാൽ പകുതി മണ്ണിനടിയിലും പകുതി പുറത്തുമായി കാണുന്ന ഒരു കൊച്ചു വീട്. വഴിയിലൂടെ പോകുന്ന പ്യാനയാളുകൾ ആ വീടിന്റെ ജനലിന്റെ അടുത്തേക്ക് മൂത്രമൊഴിക്കുന്നത് അവർക്ക് കാണാം. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് കിം കുടുംബം താമസിക്കുന്നത്. അച്ഛൻ കീടേക്ക്, അമ്മ ചുങ്സുക്, മകൾ കീജുങ്, പിന്നെ നമ്മുടെ കഥാനായകനായ മകൻ കിയു. 4 പേർക്കും ജോലിയൊന്നുമില്ല. അയൽപക്കത്തെ കടയിലെ വൈഫൈ മോഷ്ടിച്ചാണ് അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ആ കടക്കാരൻ പാസ്വേഡ് മാറ്റുമ്പോൾ അവരുടെ ലോകവുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാകും. പിസ്സ ബോക്സുകൾ മടക്കി കൊടുക്കുന്ന പോലത്തെ ചെറിയ ചെറിയ പണികൾ ചെയ്താണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ദാരിദ്ര്യം ചുറ്റുമുണ്ട്, പക്ഷെ അവർക്കിടയിൽ നല്ല സ്നേഹമുണ്ട്. ഒരുമിച്ച് നിന്ന് ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ചങ്കുറപ്പുമുണ്ട്. അങ്ങനെയിരിക്കെയാണ് കിയുവിന്റെ കൂട്ടുകാരനായ മിൻ ഹ്യൂക്ക് അവനെ കാണാൻ വരുന്നത്. മിൻ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റാണ്. അവൻ പഠനത്തിനായി വിദേശത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപ് അവൻ കിയുവിന് 2 സാധനങ്ങൾ കൈമാറുന്നു. ഒന്ന് ഒരു വലിയ കല്ലാണ്, പണവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്കോളർ സ്റ്റോൺ. 2 ഒരു ജോലിയുടെ ഓഫറാണ്. മിൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പണക്കാരന്റെ വീട്ടിലെ കുട്ടിക്ക് ഇനി മുതൽ ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാൻ കീവോവിനോട് അവൻ ആവശ്യപ്പെടുന്നു. ആ വീടൊരു പ്രശസ്ത ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത ഒന്നാണ്. അവിടുത്തെ ഗൃഹനാഥൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. ആദ്യം കീവോ ഒന്ന് മടിക്കുന്നു, കാരണം അവനൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി പോലുമില്ല. പക്ഷേ അവസരങ്ങൾ വരുമ്പോൾ യോഗ്യതയൊന്ന് നോക്കിയിരിക്കാൻ കിം കുടുംബം തയ്യാറായിരുന്നില്ല. കീവോവിന്റെ അനിയത്തി കീജുങ് ഫോട്ടോഷോപ്പിൽ ഒരു വിദഗ്ധയാണ്. അവൾ നിമിഷനേരം കൊണ്ട് കിയുവിനു വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടേതെന്ന് തോന്നിക്കുന്ന ഒരു കിടിലൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരു പുതിയ പ്രതീക്ഷയുമായി കിയുവോ ആ വലിയ വീട്ടിലേക്ക്, പാർക്ക് കുടുംബത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആദ്യമായി കാലെടുത്തു വയ്ക്കുകയാണ്. ആദ്യമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിയു ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അവന്റെ ബേസ്മെന്റ് വീട്ടിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തം. വിശാലമായ ഗാർഡൻ, സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന വലിയ ജനലുകൾ, എങ്ങും വൃത്തിയും വെടിപ്പും. ആ വീടിന്റെ ഉടമസ്ഥയായ മിസ്സിസ് പാർക്ക് വളരെ നിഷ്കളങ്കയായ, ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കിയുവിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അവർ പെട്ടെന്ന് തന്നെ വീണുപോയി. ട്യൂഷൻ എടുക്കേണ്ടത് അവരുടെ മകൾ ദാഹയ്ക്കാണ്. കിയു തന്റെ കള്ള സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ വളരെ പ്രൊഫഷണലായി സംസാരിച്ച് ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ ആ ജോലി നേടിയെടുത്തു. അവിടെ വെച്ചാണ് കിയു ആ വീടിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. മിസ്സിസ് പാർക്കിന് ഒരു ചെറിയ മകൻ കൂടിയുണ്ട്, ദാസോങ്. അവൻ ഭയങ്കര വികൃതിയാണ്, ആർട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അവനെ അടക്കി നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ കിയുവിന്റെ തലയൊരു പുതിയ പ്ലാൻ ഉദിച്ചു. അവന്റെ അനിയത്തി കീജുങ്ങിനെ ആ വീട്ടിൽ കയറ്റി പറ്റാനുള്ള ഒരു സുവർണ അവസരം. അവൻ മിസ്സിസ് പാർക്കിനോട് പറഞ്ഞു, എനിക്ക് പരിചയത്തിൽ ഒരു ആർട്ട് തെറാപ്പിസ്റ്റ് ഉണ്ട്, പേര് ജെസ്സിക്ക. അമേരിക്കയിൽ പഠിച്ചതാണ്, കുട്ടികളുടെ സൈക്കോളജിയിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ജെസ്സിക്ക എന്ന പേരിൽ കീജുങ് അടുത്ത ദിവസം തന്നെ ആ വീട്ടിലെത്തി. ഒരു ആർട്ടിസ്റ്റിന്റെ ഗെറ്റപ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന കീജുങ്ങിനെ മിസ്സിസ് പാർക്കിന് ഒരുപാട് ഇഷ്ടമായി. ദാസോങ്ങിന്റെ വികൃതികൾക്ക് പിന്നിൽ ഒരു ട്രോമയുണ്ടെന്ന് ജെസ്സിക്ക വിദഗ്ധമായി കണ്ടുപിടിച്ചു. അങ്ങനെ കിം കുടുംബത്തിലെ 2ാമത്തെ ആണും പാർക്ക് കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെപ്പോലെ കടന്നുവന്നു. അവർ തങ്ങളുടെ പ്ലാനിന്റെ ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ആ വലിയ വീട്ടിൽ ഇനിയും ഒഴിവുകളുണ്ടായിരുന്നു. ആ ഒഴിവുകൾ നികത്താൻ കിം കുടുംബത്തിലെ മറ്റു 2 പേർ കൂടി തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യം ആ വീടിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരുന്നു. കിയുവും കീജുങ്ങും പാർക്ക് കുടുംബത്തിൽ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അവരുടെ പ്ലാൻ അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ലക്ഷ്യം അച്ഛൻ കീടേക്കിനൊരു ജോലി തരപ്പെടുത്തുക എന്നതായിരുന്നു. അതിന് മിസ്റ്റർ പാർക്കിന്റെ ഡ്രൈവറെ ആദ്യം ഒഴിവാക്കണം. ഇവിടെയാണ് കീജുങ്ങിന്റെ ബുദ്ധി വീണ്ടും പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം മിസ്റ്റർ പാർക്ക് അവളെ കാറിൽ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവൾ തന്ത്രപരമായി തന്റെ അടിവസ്ത്രം കാറിന്റെ പിൻ സീറ്റിൽ ഉപേക്ഷിച്ചു. അത് കണ്ട മിസ്റ്റർ പാർക്കിന് സംശയമായി. അദ്ദേഹം കരുതിയത് ഡ്രൈവർ തന്റെ കാർ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നാണ്. തന്റെ ഭാര്യയോടെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ആഡംബരത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന അവർക്ക് ഇതൊരു വലിയ വൃത്തികേടായി തോന്നി. ഒരു ഡ്രൈവർക്ക് ഇത്രയും ധൈര്യമോ, നമ്മുടെ കാറിൽ വെച്ചോ എന്ന രീതിയിലായിരുന്നു അവരുടെ ചിന്ത. അവർക്ക് ഡ്രൈവറെ പറഞ്ഞുവിടാൻ അത് മാത്രം മതിയായിരുന്നു. അങ്ങനെ യാതൊരു തെറ്റും ചെയ്യാത്ത ആ പാവം ഡ്രൈവർക്ക് ജോലി നഷ്ടമായി. ഇനിയാണ് കിം കുടുംബത്തിന്റെ അടുത്ത നീക്കം. കീജുങ്, അതായത് ജെസ്സിക്ക, മിസ്റ്റർ പാർക്കിനോട് വളരെ കാര്യമായി പറഞ്ഞു, എനിക്കറിയുന്ന ഒരു ഡ്രൈവിംഗ് ഏജൻസിയുണ്ട്.
വളരെ പ്രൊഫഷണലാണ്. വിശ്വസ്തരായ ഡ്രൈവർമാരെ മാത്രമേ അവർ നൽകാറുള്ളൂ. അവൾ ഒരു വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി മിസ്റ്റർ പാർക്കിന് നൽകി. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് കീവു ആയിരുന്നു. അവൻ ഏജൻസിയുടെ മാനേജർ എന്ന ഭാവത്തിൽ കീടേക്കിനെക്കുറിച്ച്, അതായത് അവന്റെ സ്വന്തം അച്ഛനെക്കുറിച്ച് അതിഗംഭീരമായ ഒരു അഭിപ്രായം പറഞ്ഞു. വളരെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മുതലാളിയുടെ വിശ്വസ്തനായി എങ്ങനെ നിൽക്കണമെന്നറിയാവുന്ന ഒരാളാണ്. പിറ്റേ ദിവസം തന്നെ കീടേക്ക് ഇന്റർവ്യൂവിനെത്തി. പഴയൊരു ഡ്രൈവറുടെ വേഷത്തിൽ വിനയം നിറഞ്ഞ പെരുമാറ്റത്തോടെ അദ്ദേഹം മിസ്റ്റർ പാർക്കിന്റെ മുന്നിൽ നിന്നു. ടെസ്റ്റ് ഡ്രൈവിനിടെ കീടേക്കിന്റെ സംസാരവും ഡ്രൈവിംഗിലെ മിടുക്കും മിസ്റ്റർ പാർക്കിന് നന്നായി ഇഷ്ടപ്പെട്ടു. കാറിന്റെ വളവുകളിൽ പോലും കോഫി കപ്പ് തുളുമ്പാതെ സൂക്ഷിക്കുന്ന അയാളുടെ കഴിവിനെ മിസ്റ്റർ പാർക്ക് പുകഴ്ത്തി. അങ്ങനെ കിം കുടുംബത്തിലെ മൂന്നാമത്തെയാളും അച്ഛൻ കീടേക്കും ആ കൊട്ടാരത്തിന്റെ ഭാഗമായി മാറി. ഇപ്പോൾ ആ വീട്ടിലെ ഡ്രൈവർ, മകളുടെ ട്യൂഷൻ ടീച്ചർ, മകന്റെ ആർട്ട് തെറാപ്പിസ്റ്റ്, ഇവർ മൂന്നും ഒരേ കുടുംബത്തിൽ നിന്നാണെന്ന് ആ പണക്കാർ സ്വപ്നത്തിൽ പോലും അറിഞ്ഞിരുന്നില്ല. ഇനി ആ വീട്ടിൽ ഒഴിവുള്ളത് ഒരേ ഒരു തസ്തികയാണ്, വീട്ടുജോലിക്കാരിയുടേത്. പക്ഷേ അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം മൂൺ ഗ്വാങ് എന്ന ആ സ്ത്രീ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നു. പാർക്ക് കുടുംബം ആ വീട്ടിലേക്ക് വരുന്നതിന് മുൻപേ ആ വീട് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിന്റെ കാലം മുതലേ അവർ അവിടെയുണ്ട്. ആ വീടിന്റെ ഓരോ മുക്കുമൂലയും അവർക്ക് സ്വന്തം വീട് പോലെ പരിചിതമാണ്. അവരെ അവിടുന്ന് മാറ്റുക എന്നത് എളുപ്പമായിരുന്നില്ല. അപ്പോഴാണ് അവർക്കൊരു തുറുപ്പ് ചീട്ട് കിട്ടുന്നത്. മൂൺ ഗ്വാങ്ങിന് പീച്ച് പഴത്തോട് ഭയങ്കരമായ അലർജിയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. പീച്ചിന്റെ മണമടിച്ചാൽ പോലും അവർക്ക് ശ്വാസം മുട്ടും, ചുമ വരും. ഇത് കേട്ടതും കിം കുടുംബത്തിന്റെ തലയിൽ ഒരു ക്രൂരമായ ആശയമുദിച്ചു. അവരൊരു പ്ലാൻ തയ്യാറാക്കി. ചന്തയിൽ പോയി ഒരു പീച്ച് പഴം വാങ്ങി അതിന്റെ പുറത്തുള്ള നാരുകൾ ശ്രദ്ധാപൂർവം ശേഖരിച്ചു. അടുത്ത ഘട്ടം ആ നാരുകൾ മൂൺ ഗ്വാങ്ങിന്റെ ദേഹത്തെത്തിക്കുക എന്നതായിരുന്നു. കീവു തന്റെ നിഷ്കളങ്കമായ മുഖം ഉപയോഗിച്ച് ആരുമറിയാതെ ആ പീച്ച് നാരുകൾ മൂൺ ഗ്വാങ്ങിന്റെ കാലിൽ ഉരസി. അധികം വൈകാതെ തന്നെ അവർക്ക് അലർജി തുടങ്ങി. നിർത്താതെയുള്ള ചുമ, ശ്വാസം മുട്ടൽ. കണ്ടാൽ ആർക്കും തോന്നുക അവർക്ക് ക്ഷയരോഗമാണ്, ട്യൂബർക്ലോസിസ് ആണെന്നാണ്. തങ്ങളുടെ പ്ലാൻ വിജയിപ്പിക്കാൻ അവർ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഒരു ടിഷ്യൂ പേപ്പറിൽ തക്കാളി സോസ് ഒഴിച്ച് രക്തം ചുമച്ച് തുപ്പിയതാണെന്ന് വരുത്തി തീർത്തു. ആ ടിഷ്യൂ വേസ്റ്റ് ബിന്നിലിട്ടു. അത് മിസ്റ്റർ പാർക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തങ്ങളുടെ മകന് എന്തെങ്കിലും അസുഖം പിടിപെടുമോ എന്ന് ഭയന്ന മിസ്സിസ് പാർക്ക് ആകെ പരിഭ്രാന്തിയായി. ക്ഷയരോഗം പോലെയുള്ള ഒരു അസുഖം വീട്ടിലുണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളുടെ സേവനമോ സ്നേഹബന്ധമോ ഒന്നും അവർ ഓർത്തില്ല. മൂൺ ഗ്വാങ്ങിനെ അപ്പോൾ തന്നെ പിരിച്ചുവിടാൻ അവർ തീരുമാനിച്ചു. നല്ലൊരു തുക നൽകി അവരെ ആ വീടിന്റെ പടിയിറക്കി. ആ പാവം സ്ത്രീ തനിക്കെതിരെ നടന്ന ചതി അറിയാതെ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നു ഇറങ്ങിപ്പോയി. ഇപ്പോൾ ആ വീട് പൂർണ്ണമായും കിം കുടുംബത്തിന് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഡ്രൈവറായ കീടേക്ക് തന്നെ തനിക്ക് പരിചയമുള്ള ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയെക്കുറിച്ചും മിസ്സിസ് പാർക്കിനോട് പറഞ്ഞു. അതും അവരുടെ തന്നെ ഒരു തട്ടിപ്പായിരുന്നു. ആ ഏജൻസി വഴി അമ്മ ചുങ്സുക്കും ആ വീട്ടിലേക്ക് ജോലിക്കാരിയായി എത്തി. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേർ, 4 അപരിചിതരെ പോലെ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെച്ച് ആഡംബര ജീവിതം നയിക്കുന്ന പാർക്ക് കുടുംബത്തെ സേവിക്കാൻ തുടങ്ങി. ഒരു വൈറസ് ഒരു ശരീരത്തിലേക്ക് പടർന്നു കയറുന്നതുപോലെ അവർ ആ വീടിനെ പൂർണ്ണമായും കീഴടക്കി. കിം കുടുംബം അവരുടെ ലക്ഷ്യം നേടിയിരിക്കുന്നു. 4 പേരും പാർക്ക് കുടുംബത്തിന്റെ കൊട്ടാരത്തിൽ ജോലിക്ക് കയറി. ഇപ്പോൾ അവർക്ക് പണമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. അവരുടെ പഴയ ബേസ്മെന്റ് ജീവിതത്തിൽ നിന്നും എത്രയോ മികച്ചൊരു സാഹചര്യമാണിത്. എങ്കിലും അവർ ഇപ്പോഴും ആ വീട്ടിന്റെ ജോലിക്കാർ മാത്രമാണ്. രാത്രിയാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. എന്നാൽ അവരുടെ യഥാർത്ഥ സ്വപ്നം അതായിരുന്നില്ല. ആ വീട്ടിന്റെ ഉടമകളായി അവിടെ ജീവിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെയിരിക്കെയാണ് പാർക്ക് കുടുംബത്തിന് മകൻ ഡാസോങ്ങിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോകേണ്ടി വരുന്നത്. അവർ പോകുന്നതോടെ ആ വലിയ വീട് പൂർണ്ണമായും കിം കുടുംബത്തിന് സ്വന്തമായി. അവർ ആ അവസരം ശരിക്കും ആഘോഷിച്ചു. മിസ്റ്റർ പാർക്കിന്റെ വില കൂടിയ മദ്യം എടുത്തു കുടിച്ചു. വിശാലമായ ലിവിംഗ് റൂമിലെ സോഫയിൽ കാലും നീട്ടിവെച്ചിരുന്നു. ആ വീട്ടിന്റെ ഉടമകളെപ്പോലെ അവർ പെരുമാറി. തങ്ങൾ എത്ര വിദഗ്ധമായിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് ഓർത്തോർത്തവർ ചിരിച്ചു. പാർക്ക് കുടുംബം എത്ര നല്ലവരാണ്, നിഷ്കളങ്കരാണ്. പണക്കാരായതുകൊണ്ടാണ് അവർക്ക് ഇത്ര നല്ലവരാകാൻ കഴിയുന്നത്. നമുക്ക് പണമുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇതിലും നല്ലവരായേനെ എന്ന് അമ്മ ചുങ്സുക്ക് പറയുന്നുണ്ട്. ആ സംഭാഷണത്തിനിടയിൽ അവർ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. തങ്ങൾ എത്രയൊക്കെ അഭിനയിച്ചാലും തങ്ങളിൽ നിന്നൊരു പ്രത്യേക ഗന്ധം വരുന്നുണ്ടെന്ന് അച്ഛൻ കീടേക്ക് പറയുന്നു. ബേസ്മെന്റിൽ താമസിക്കുന്നവരുടെ ദാരിദ്ര്യത്തിന്റെ ഗന്ധം. അത് എത്രയൊക്കെ പെർഫ്യൂം ഉപയോഗിച്ചാലും മാറില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. അവർ ആ വീട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പഴയ വീട്ടുജോലിക്കാരിയായ മൂൺ ഗ്വാങ് ആണ്. മഴയിൽ നനഞ്ഞുകുളിച്ച് പരിഭ്രാന്തിയായി അവർ നിൽക്കുന്നു. ഞാൻ വീട്ടിലൊരു സാധനം മറന്നുവെച്ചു, അതെടുക്കാൻ വന്നതാണ് എന്നവർ പറഞ്ഞു. കിം കുടുംബത്തിന് ആകെ പേടിയായി. തങ്ങളുടെ കള്ളത്തരം പൊളിയുമോ എന്നവർ ഭയന്നു.
എങ്കിലും മനസ്സില്ല മണന്തവർ മൂൻഗ്വാങ്ങിനെ അകത്തേക്ക് കയറ്റി. പക്ഷേ അവർ വന്നത് മറന്നുവെച്ച സാധനം എടുക്കാൻ മാത്രമല്ലായിരുന്നു. ആ വീട്ടിന്റെ ബേസ്മെന്റിൽ ആരും അറിയാത്ത ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. ആ അറയിലേക്കുള്ള വാതിൽ തുറന്നവർ താഴേക്ക് പോയി. പിന്നാലെ പോയ കിം കുടുംബം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആ ബേസ്മെന്റിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടായിരുന്നു. മൂൻഗ്വാങ്ങിന്റെ ഭർത്താവ് ഗ്യൂൻസെ. അയാൾ കടം കയറി ഒളിവിൽ കഴിയുകയാണ്. വർഷങ്ങളായി അയാൾ ആ ബേസ്മെന്റിലാണ് ജീവിക്കുന്നത്. മൂൻഗ്വാങ് ആ വീട്ടിലെ ജോലിക്കാരിയായി നിന്നുകൊണ്ട് ആരും അറിയാതെ അയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടതോടെ അയാളുടെ കാര്യവും കഷ്ടത്തിലായി. ഇതോടെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. കിം കുടുംബം ഒരു തട്ടിപ്പുകാരാണെന്ന് മൂൻഗ്വാങ്ങും ബേസ്മെന്റിൽ ഒരാളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് കിം കുടുംബവും പരസ്പരം തിരിച്ചറിഞ്ഞു. രണ്ടു കൂട്ടരുടെയും രഹസ്യങ്ങളിപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ്. ഒരു നിമിഷം കൊണ്ട് ആ വീട്ടിലെ അധികാരം കിം കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. മൂൻഗ്വാങ് തന്റെ മൊബൈൽ ഫോണിൽ കിം കുടുംബത്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ വീഡിയോ ഞാൻ മിസ്റ്റർ പാർക്കിന് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി പോകും. അവർ തമ്മിലൊരു വലിയ സംഘർഷം നടന്നു. വീടിന്റെ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള ഒരു യുദ്ധം. അതിനിടയിൽ അപ്രതീക്ഷിതമായി പാർക്ക് കുടുംബം ക്യാമ്പിംഗ് ട്രിപ്പ് റദ്ദാക്കി വീട്ടിലേക്ക് തിരിച്ചുവരുന്നു. കനത്ത മഴ കാരണം അവർക്ക് യാത്ര തുടരാൻ കഴിഞ്ഞില്ല. അവരെത്തുന്നതിന് വെറും 8 മിനിറ്റ് മുൻപാണ് കിം കുടുംബത്തിന് ഫോൺ കോൾ വരുന്നത്. ഞങ്ങൾ 8 മിനിറ്റിനുള്ളിൽ എത്തും, കുറച്ച് ഭക്ഷണം തയ്യാറാക്കി വെക്കൂ. ആ വീടൊരു യുദ്ധക്കളം പോലെയായി. കിം കുടുംബം ഒരു വശത്തും മൂൻഗ്വാങ്ങും ഭർത്താവും മറുവശത്തും. പാർക്ക് കുടുംബം വരുന്നതിന് മുൻപ് എല്ലാം പഴയതുപോലെയാക്കണം. ആ ബഹളത്തിനിടയിൽ കിം കുടുംബം മൂൻഗ്വാങ്ങിനെയും അവരുടെ ഭർത്താവിനെയും ആ രഹസ്യ ബേസ്മെന്റിലേക്ക് തള്ളിയിട്ട് വാതിലടച്ചു. ആ സംഘർഷത്തിൽ മൂൻഗ്വാങ്ങിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. അവരൊന്നും സംഭവിക്കാത്തതുപോലെ വീട് വൃത്തിയാക്കി പാർക്ക് കുടുംബത്തിന് ഭക്ഷണം തയ്യാറാക്കി. കീട്ടേക്കും കീവൂവും കീജുങ്ങും സോഫയുടെ അടിയിലും മേശയുടെ അടിയിലുമായി ഒളിച്ചിരുന്നു. പാർക്ക് ദമ്പതികൾ സോഫയിലിരുന്നു സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. ആ സംഭാഷണത്തിനിടയിലാണ് മിസ്റ്റർ പാർക്ക് കീട്ടേക്കിനെ കുറിച്ച് പറയുന്നത്. അയാൾ നല്ലൊരു ഡ്രൈവറാണ്, പക്ഷേ അയാളിൽ നിന്നൊരു പ്രത്യേക മണം വരുന്നുണ്ട്. സബ്വേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മണം. ആ മണം ആ വര കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ആ വാക്കുകൾ മേശയുടെ അടിയിൽ ഒളിച്ചിരുന്ന കീട്ടേക്കിന്റെ ഹൃദയത്തിൽ ഒരു വാളുപോലെ തുളച്ചു കയറി. പാർക്ക് കുടുംബം ഉറങ്ങിയ ശേഷം കീട്ടേക്കും മക്കളും ആ വീട്ടിൽ നിന്ന് ആരും അറിയാതെ പുറത്തു കടന്നു. ആ രാത്രിയിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു. അവർ തിരികെ തങ്ങളുടെ ബേസ്മെന്റ് വീട്ടിലേക്ക് നടക്കുമ്പോൾ വഴികളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. മഴവെള്ളം ഓടയിലൂടെ അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. അവരവിടെ എത്തിയപ്പോഴേക്കും വീട് പൂർണ്ണമായും മലിനജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. അവരുടെ ആകെ ഉണ്ടായിരുന്ന തുണികളും സാധനങ്ങളും ആ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. കീജുങ് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ടൊരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. ആ കാഴ്ച അവരുടെ സമ്പൂർണമായ തകർച്ചയുടെ ഒരു പ്രതീകമായിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളും ആ മലിനജലത്തിൽ ഒലിച്ചുപോയി. അപ്പുറത്ത് പാർക്ക് കുടുംബം തങ്ങളുടെ മനോഹരമായ വീട്ടിലിരുന്ന് മഴ ആസ്വദിക്കുമ്പോൾ ഇപ്പുറത്ത് കിം കുടുംബത്തിന് തങ്ങളുടെ കിടപ്പാടം തന്നെ നഷ്ടമായിരിക്കുന്നു. ഒരേ മഴ 2 തരം മനുഷ്യർക്ക് 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകിയത്. പിറ്റേ ദിവസം കാലാവസ്ഥ തെളിഞ്ഞു. മിസസ് പാർക്ക് തന്റെ മകൻ ഡാസോങ്ങിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു ഗാർഡൻ പാർട്ടി സംഘടിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലെ ദുരന്തത്തിന് ശേഷം ഒരു അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന കിം കുടുംബത്തിന് ആ പാർട്ടിയിൽ പങ്കെടുക്കേണ്ടി വന്നു. കീട്ടേക്ക് ഡ്രൈവറായും കീജുങ് കേക്ക് പിടിക്കുന്നവളായും കീവു ട്യൂഷൻ മാഷായും അമ്മ ചുങ്സുക്ക് പാചകക്കാരിയായും ആ പാർട്ടിയിൽ തങ്ങളുടെ റോളുകൾ അഭിനയിച്ചു തീർക്കാൻ നിർബന്ധിതരായി. അവരുടെ ഉള്ളിൽ തലേ ദിവസത്തെ ദുരന്തത്തിന്റെ വേദന തിളച്ചു മറിയുകയായിരുന്നു. കീവു ആ പണവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച കല്ലുമായി ബേസ്മെന്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കല്ല് തനിക്ക് ഭാരമായി തുടങ്ങിയിരുന്നു. ബേസ്മെന്റിൽ ബന്ധിക്കപ്പെട്ട മൂൻഗ്വാങ്ങിന്റെയും ഭർത്താവിനും എന്തു പറ്റിയെന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ അവൻ ബേസ്മെന്റ് തുറന്നതും തലയ്ക്ക് പരിക്കേറ്റ ഭാര്യയുടെ അവസ്ഥ കണ്ട് സമനില തെറ്റിയ ഗ്യൂൻസെ കീവുവിനെ ആ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി. തുടർന്ന് ഒരു കത്തിയുമായി അയാൾ മുകളിലേക്ക് ആ ഗാർഡൻ പാർട്ടിയിലേക്ക് ഓടിക്കയറി. അവിടെ ഡാസോങ്ങിനു മുന്നിൽ ഇന്ത്യൻ ആദിവാസികളുടെ വേഷം കെട്ടി അഭിനയിക്കുകയായിരുന്നു കീജുങ്ങും കീട്ടേക്കും. പിറന്നാൾ പാട്ട് പാടുന്നതിനിടയിൽ രക്തത്തിൽ കുളിച്ച ഗ്യൂൻസെ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞുകയറി കീജുങ്ങിന്റെ നെഞ്ചിൽ ആ കത്തി കുത്തിയിറക്കി. എല്ലാവരും ഭയന്ന് 4 പാടും ചിതറിയോടി. ഡാസോങ് ആ കാഴ്ച കണ്ട് ഭയന്ന് ബോധം കെട്ടു വീണു. ചുങ്സുക്ക് ഒരു ബാർബിക്യൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഗ്യൂൻസെയെ നേരിട്ടു. ആ സംഘർഷത്തിനിടയിൽ അവൾ അയാളെ കുത്തിക്കൊന്നു. ഈ ബഹളത്തിനിടയിൽ മിസ്റ്റർ പാർക്ക് തന്റെ മകനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലത്ത് ചോരയൊലിപ്പിച്ചു കിടക്കുന്ന കീജുങ്ങിനെ മറികടന്ന് മകനെ രക്ഷിക്കാനായിരുന്നു അയാളുടെ ശ്രമം.
അയാൾ ചാവിക്ക് വേണ്ടി കീടേക്കിനോട് അലറി. ചാവി ഗ്യൂൻസെയുടെ മൃതദേഹത്തിന് അടിയിലായിരുന്നു. മിസ്റ്റർ പാർക്ക് ആ ചാവി എടുക്കാൻ കുനിയുമ്പോൾ ഗ്യൂൻസെയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ദാരിദ്ര്യത്തിന്റെ ഗന്ധം കാരണം അയാൾ മൂക്കുപൊത്തി. ആ ഒരു നിമിഷം കീടേക്കിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. തന്റെ മകൾ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ തന്റെ ദാരിദ്ര്യത്തിന്റെ ഗന്ധത്തെ പുച്ഛിക്കുന്ന ആ പണക്കാരനോടുള്ള അയാളുടെ അടക്കിവെച്ച ദേഷ്യം മുഴുവൻ പുറത്തുവന്നു. അയാൾ ചുങ്സുക്കിന്റെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങി മിസ്റ്റർ പാർക്കിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ ഓടി മറഞ്ഞു. ആ സംഭവത്തിനു ശേഷം മാസങ്ങൾ കടന്നുപോയി. കീജുങ് മരിച്ചു. കീവു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അമ്മ ചുങ്സുക്ക് നിയമനടപടികൾ നേരിടുന്നു. അച്ഛൻ കീടേക്കിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. അയാൾ പോലീസിന്റെ പിടിയിലാകാതെ എവിടെയോ ഒളിവിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ കീവു മഞ്ഞുകാലത്ത് ഒരു ദിവസം ആ പഴയ പാർക്ക് ഹൗസിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ വീടിപ്പോൾ ഒരു ജർമ്മൻ കുടുംബം വാങ്ങിയിരിക്കുന്നു. അന്ന് രാത്രി ആ വീട്ടിലെ ലൈറ്റുകൾ ഒരു പ്രത്യേക രീതിയിൽ മിന്നുന്നത് അവൻ ശ്രദ്ധിച്ചു. മോഴ്സ് കോഡ് ഉപയോഗിച്ച് ആരോ ഒരു സന്ദേശം അയക്കുന്നത് പോലെ. അവൻ ആ സന്ദേശം വായിച്ചെടുത്തു. അതവന്റെ അച്ഛനായിരുന്നു, കീടേക്ക്. അയാൾ ആരും കാണാതെ ആ വീട്ടിന്റെ രഹസ്യ ബേസ്മെന്റിൽ ഒളിച്ചു ജീവിക്കുകയായിരുന്നു. മൂൺ ഗ്വാങ്ങിന്റെ ഭർത്താവ് വർഷങ്ങളോളം ജീവിച്ച അതേ ഇരുണ്ടാറയിൽ. ആ വീട് വാങ്ങിയ പുതിയ കുടുംബം അറിയാതെ അയാൾ അവിടെ കഴിയുന്നു. അയാൾ തന്റെ മകൻ ഒരു കത്തെഴുതുകയായിരുന്നു, മോഴ്സ് കോഡിലൂടെ. ആ കത്തിൽ അയാൾ തന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് പറയുന്നു. രാത്രിയിൽ ആരും കാണാതെ പുറത്തുവന്ന് ഭക്ഷണം മോഷ്ടിക്കുന്നതും ആ വീട്ടിലെ പുതിയ താമസക്കാരെ സേവിക്കുന്നതും എല്ലാ ദിവസവും ആ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും അയാൾ വിവരിക്കുന്നു. ആ കത്ത് വായിച്ച കിവു ഒരു തീരുമാനമെടുക്കുന്നു. അവൻ തന്റെ അച്ഛന് ഒരു മറുപടി എഴുതുന്നു. അതൊരു സാധാരണ കത്തല്ല, അതൊരു പ്ലാനാണ്. അച്ഛാ, ഞാൻ ഒരുപാട് പഠിച്ച് പണമുണ്ടാക്കും. ഒരു ദിവസം ഞാൻ ആ വീട് വാങ്ങും. അപ്പോൾ അച്ഛൻ ആ ബേസ്മെന്റിൽ നിന്ന് ധൈര്യമായി മുകളിലേക്ക് കയറി വരാം. സൂര്യപ്രകാശം ആസ്വദിക്കാം. അതുവരെ അച്ഛൻ അവിടെ സുഖമായിരിക്കണം. ഈ സിനിമയുടെ പേര് പാരസൈറ്റ് എന്നാണ്. ഒരു ജീവി മറ്റൊന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്നതിനെയാണല്ലോ നമ്മൾ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഈ കഥയിൽ ആരാണ് പാരസൈറ്റ്? കിം കുടുംബം പാർക്ക് കുടുംബത്തെ ആശ്രയിച്ചാണോ ജീവിച്ചത്? അതോ ജോലിക്കാരില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത പാർക്ക് കുടുംബമാണോ യഥാർത്ഥത്തിൽ കിം കുടുംബത്തെ ആശ്രയിച്ചത്? ഈ ചോദ്യം സംവിധായകൻ പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. കിവുവിന്റെ ആ പ്ലാനോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. അവൻ ആ വീട് വാങ്ങുമോ, അച്ഛനെ രക്ഷിക്കുമോ എന്നൊന്നും സിനിമ പറയുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന അതേ സെമി ബേസ്മെന്റ് വീട്ടിൽ കിവു ഇരിക്കുന്ന ദൃശ്യത്തോടെയാണ് കഥ അവസാനിക്കുന്നത്. അവന്റെ പ്ലാൻ, അവന്റെ ആഗ്രഹം അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. കാരണം അവൻ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു ബേസ്മെന്റിൽ നിന്ന് അത്രയും വലിയൊരു കൊട്ടാരം വാങ്ങാൻ കഴിയുന്ന ദൂരത്തേക്ക് എത്തുക എന്നത് ലഗ്ഭഗം അസാധ്യമാണ്. ഈ സിനിമ നമ്മളോട് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കഥ മാത്രമല്ല, അത് സമൂഹത്തിലെ രണ്ട് തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒരാളുടെ സാധാരണ ജീവിതം എങ്ങനെയാണ് മറ്റൊരാളുടെ സ്വപ്നമായി മാറുന്നതെന്ന് ഈ സിനിമ വളരെ ശക്തമായി വരച്ചു കാട്ടുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ഈ സിനിമ നൽകുന്ന സന്ദേശം ഒരുപക്ഷെ അല്പം നിരാശാജനകമായി തോന്നാമെങ്കിലും ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം.